തിരുവനന്തപുരം പാങ്ങോട് ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ തെരുവ് നായ ആക്രമണം. തെരുവ് നായ ആക്രമിച്ചത് ഉളിയൻകോട് സ്വദേശി പ്രേംദാസിനെ. പരിക്കേറ്റ പ്രേംദാസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ആലപ്പുഴ കുട്ടനാട് ധർണ സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ധർണ KPCC സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട പരുമല റോയൽ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കടപ്ര ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ ടാക്സി കത്തി നശിച്ച സംഭവത്തിൽ ഫോറൻസിക് സംഘം തെളിവെടുപ്പ് നടത്തി. അഞ്ചുതെങ്ങ് സ്വദേശി ലതികയുടെ വാഹനമാണ് കഴിഞ്ഞ ദിവസം കത്തി നശിച്ചത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സബ് കളക്ടറുടെ കാർ ഹോസ്ദുർഗ് സബ് കോടതി ജപ്തി ചെയ്തു. മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത വ്യക്തിയുടെ ഭൂമിക്ക് പണം നൽകാത്തതിനെ തുടർന്നാണ് കോടതി നടപടി. തിരുവനന്തപുരം കാട്ടാക്കട താലൂക്ക് അദാലത്ത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നടന്നു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത്. ചടങ്ങിൽ MLA G സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. ധനുവച്ചപുരത്തും കൊല്ലയിലും നടത്തിയ പരിശോധനയിൽ നിരവധി കടകൾക്ക് നോട്ടീസ് നൽകി. നാട്ടുകാരുടെ നിരന്തര പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. തിരുവനന്തപുരം പൂവച്ചലിൽ മതിലിടിഞ്ഞു വീണ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. മരിച്ചത് ആലങ്കോട് സ്വദേശി രമേശ്. അപകടം മതിലിലെ പാഴ്ചെടി നീക്കുന്നതിനിടെ. തൃശൂർ അന്തിക്കാട് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പൊട്ടിയത് ജൽജീവൻ പദ്ധതിക്കായി സ്ഥാപിച്ച പൈപ്പ് നന്നാക്കാൻ നടപടിയില്ലെന്ന് നാട്ടുകാർ. തൃശൂർ ചേലക്കരയിൽ കിണറ്റിൽ വീണ പശുവിനെ രക്ഷപ്പെടുത്തി. ചേലക്കര സ്വദേശി ശശിയുടെ പശുവാണ് കിണറ്റിൽ വീണത്. വടക്കാഞ്ചേരി അഗ്നിശമന സേനാംഗങ്ങളാണ് പശുവിനെ രക്ഷപ്പെടുത്തിയത്. മലപ്പുറം എടവണ്ണയിൽ വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാലത്തിങ്ങൽ ബാപ്പുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ക്ഷീരതീരം പദ്ധതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പുതിയ വരുമാന സ്രോതസ്സാകുമെന്ന് മന്ത്രി J ചിഞ്ചുറാണി. ആലപ്പുഴ ജില്ലാ ക്ഷീര സംഗമവും ക്ഷീരതീരം പദ്ധതിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോട്ടയം ഏറ്റുമാനൂരിൽ കുടിവെള്ള പദ്ധതിക്ക് തുടക്കം. കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. 2.5 വർഷം കൊണ്ട് 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനായെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ.